അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ സിംഗിൾ സ്റ്റിച്ചും ഇൻക്രീസ് സ്റ്റിച്ചും ചെയ്ത് ഇതുപോലൊരു മാറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിക്രീസ് സ്റ്റിച്ച് പഠിക്കാം. ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മാറ്റിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഡിക്രീസ് സ്റ്റിച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഷോർട്ടായിട്ട് വരുന്ന സ്റ്റിച്ചാണ് ഡിക്രീസ് സ്റ്റിച്ച്. സൈഡിൽ കാണുന്ന ഓരോ ചെയിനിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമുക്ക് ആദ്യം കാണുന്ന ചെയിനിൽ നീഡിൽ കടത്താം. അതിനുശേഷം ത്രെഡ് വലിച്ചെടുക്കാം. ഇനി നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ചെയ്യണ പോലെ ഇതൊന്നാക്കില്ല, പകരം അടുത്ത ചെയിനിൽ നീഡിലിട്ടിട്ട് ചെയിനിട്ടപ്പോൾ നീഡിൽ മാറിപ്പോയി, ശ്രദ്ധിച്ചിടണം. ചിലപ്പോൾ മാറിയൊക്കെ പോകും ആദ്യമാകുമ്പോൾ. നീഡിൽ കടത്തി കുറച്ച് ടൈറ്റായിരിക്കും, ത്രെഡ് വലിച്ചെടുത്ത് ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടി. നേരത്തെ 2 ലൂപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടി. ഇനി ഈ 3 ലൂപ്പിനെയും കൂടെ ഒന്നാക്കണം. ത്രെഡ് വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. അത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ചെയിനിൽ നീഡിലിട്ടിട്ട് ത്രെഡ് വലിച്ചെടുക്കാം. ശേഷം ഇതൊന്നാക്കില്ല, പകരം അടുത്ത ചെയിനിൽ നീഡിൽ കടത്തി ത്രെഡ് വലിച്ചെടുത്തു. ഇനി 3 ചെയിനെയും കൂടെ ഒന്നാക്കാം. ഇങ്ങനെയാണ് ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഷോർട്ടായി വരും. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ നീഡിൽ കടത്തി ത്രെഡ് വലിച്ചു, ഒന്നാക്കില്ല, പകരം അടുത്ത ചെയിനിൽ നീഡിലിട്ട് ത്രെഡ് വലിച്ചു. ആ 3 ലൂപ്പിനെയും കൂടെ ഒന്നാക്കി. ഉണ്ടാക്കി ഇച്ചിരി കുഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ നീഡിൽ കടത്തി ത്രെഡ് വലിച്ചു. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ നീഡിൽ കടത്തി ത്രെഡ് വലിച്ചു. ഈ 3 ലൂപ്പിനെയും കൂടെ ഒന്നാക്കി. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ നീഡിലിട്ടു, ത്രെഡ് വലിച്ചു. തൊട്ടടുത്ത ചെയിനിൽ നീഡിലിട്ടു, ത്രെഡ് വലിച്ചു. 3 ലൂപ്പിനെയും കൂടെ ഒന്നാക്കി. ഇപ്പോൾ കുഴിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. ഇപ്പം ഞാനിത് കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഡിക്രീസ് സ്റ്റിച്ച്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.